ഹിന്ദുത്വ വംശീയതയുടെ മുസ്ലിം വിരുദ്ധ നടപടികൾക്കെതിരെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ. ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സംഘടിപ്പിച്ച സാഹോദര്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാധനാലയ നിയമം പാലിക്കാത്തതിൽ നിരാശയുണ്ടെങ്കിലും നിയമപോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്യാൻവാപ്പി മസ്ജിദ് ഇമാം അബൂദൽ ബാദ് ബിൻ നുഅ്മാനിയും പറഞ്ഞു. പതിനായിരങ്ങൾ അണിനിരുന്ന ബഹുജന റാലിയോടെയാണ് ഹിന്ദുത്വ വംശീയതയ്ക്കെതിരായ സാഹോദര്യ സമ്മേളനത്തിന് തുടക്കമായത്. കോഴിക്കോട് മിനി ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് ജമാഅത്തെ ഇസ്ലാമി ദേശീയ സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകി. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം ജമാഅത്തെ ഇസ്ലാമി ദേശീയ അമീർ സയ്യിദ് സഅദുല്ലാ ഹുസൈനി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം വിരുദ്ധ അതിക്രമങ്ങൾക്കെതിരെ മൗനം പാലിക്കുന്നതിലൂടെ ഹിന്ദുത്വ വംശീയതയെ നോർമലൈസ് ചെയ്യുകയാണ് മതേതര പാർട്ടികളെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. 500 കൊല്ലം ആരാധിച്ച ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടോ, 600 വർഷം ആരാധിക്കപ്പെട്ട ഗ്യാൻവാപ്പി മസ്ജിദ് പൂജയ്ക്ക് അനുവദിക്കപ്പെട്ടോ, 800 വർഷം ആരാധിക്കപ്പെട്ട മസ്ജിദ് തകർക്കപ്പെട്ടോ. മാത്രമല്ല അതിലുപരി UCC നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉത്തരാഖണ്ഡിൽ പള്ളിയും മദ്രസയും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നാവില്ലേ? അതല്ല എന്തുകൊണ്ടാണ് അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്യാൻവാപ്പി മസ്ജിദ് ഇമാമും വാരാണസി മുഫ്തിയുമായ അബ്ദുൽ ബാത്തിൻ നുഅ്മാനി മുഖ്യാതിഥിയായി. ആരാധനാലയ നിയമം കോടതി പരിഗണിക്കാത്തതിലെ നിരാശ പങ്കുവയ്ക്കുമ്പോൾ തന്നെ നിയമപോരാട്ടത്തിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാനാണ് ഗ്യാൻവാപ്പി മസ്ജിദ് കമ്മിറ്റിയുടെ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. അബ്ദുൽ ഷുക്കൂർ കാസിമി, അലിയാർ കാസിമി, ആർ രാജഗോപാൽ, പി സുരേന്ദ്രൻ, KK ബാബുരാജ്, TK ഫാറൂഖ് തുടങ്ങിയവർ സാഹോദര്യ സമ്മേളനത്തിൽ സംസാരിച്ചു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.